Good morning. Good morning, ma'am. Good morning. Good morning. Good morning. PDF ഒക്കെ കാണാമോ? കാണാം മാം. കാണാം. എന്നെ കാണാമോ? കാണാം മാം. കാണാം. ഓക്കെ. കുറച്ച് കുട്ടികളും കൂടി കേറട്ടെ കേട്ടോ. Good morning, Meenu. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? കഴിച്ചു മാം. എന്താണ് സ്പെഷ്യൽ എന്ന്? സ്പെഷ്യൽ ഉണ്ടോ? ദോശ, ചപ്പാത്തി. ചപ്പാത്തി. ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്താണ്? ഏതായിരിക്കും? കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളത് ചോറായിരിക്കും. ചോറാണോ? അപ്പോഴും ചോറാണോ? ദോശ. ദോശ, പത്തിരിയോ? ഓക്കെ. നമ്മൾ മലയാളികളുടെ കോമൺ ആയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. പുട്ട് അല്ലേ? യെസ്, പുട്ട്. പഴങ്കഞ്ഞി. ഓക്കെ, പുട്ടാണോ? പഴങ്കഞ്ഞി ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി മോഡേൺ ആയിരിക്കും, പുട്ടായിരിക്കും അല്ലേ? പുട്ടിന്റെ കൂടെ എന്ത് കഴിക്കാനാണ് ഇഷ്ടം? പുട്ടിന്റെ കൂടെ പുട്ടും പയറും പപ്പടവും. ഓക്കെ. ഒരു കാലഘട്ടം വരെ നമ്മള് പുട്ടും പഴവും പപ്പടവും ഒന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കോമ്പിനേഷൻസ് വന്നല്ലേ? പുട്ടിന്റെ ഒപ്പം കടലക്കറി, പരിപ്പ് കറി, പയറ് കറി, പിന്നെന്താണ്, ചിക്കൻ കറി, താറാവ് കറി, ബീഫ്, ഒക്കെ മിക്സ്ഡാണ്. എന്ത് കുട്ടിയും പുട്ട് കഴിക്കാം നമുക്ക്. പുട്ട് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാത്തിനും സ്ഥാനമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? അത് കഴിഞ്ഞ പിന്നെ ദോശ ഇഡലിയാണ് അല്ലേ? ആണ്. അതെ. മിസ് എന്ത് കഴിച്ച്? ഞാൻ രാവിലെ പുട്ടും പഴം. എങ്ങനെയാണ് നവരാത്രിയൊക്കെ ആരംഭിച്ചില്ലേ? അമ്പലത്തിലൊക്കെ പോയ എല്ലാവരും? പോയിട്ടില്ല. അറിയില്ലേ നിങ്ങക്ക് നവരാത്രി ആഘോഷം എന്താണെന്ന്? അറിയാലോ? അറിയാം. ഞാൻ പറഞ്ഞില്ല, എന്റെ വീട് ഇവിടെ ദക്ഷിണ മൂകാംബികയുടെ തൊട്ട് പുറകിൽ തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും പോയി തൊഴാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടോ ഇവിടെ പറവൂർ ദക്ഷിണ മൂകാംബികയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടുണ്ട്. എഴുത്തിന് ഇരുത്താൻ വന്നിട്ടുണ്ടോ കുട്ടികളെ? യെസ്.
അമ്പലത്തിന് പുറകിലാണ് ടീച്ചറിന്റെ വീട്. അപ്പൊ ഈ പ്രാവശ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ടെസ്റ്റ് നിങ്ങൾ വെക്കുന്നുണ്ടോ? പൂജ വെക്കുന്നുണ്ടോ? ഒരു അവസരം കിട്ടിയതല്ലേ വെച്ച്. എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കുറെ പേര് ഒരു ക്യാപ്പ് എടുത്തിട്ടായിരിക്കൂലേ? ഓക്കെ ലിജി. ശരി. പക്ഷെ ഇവിടെ നമുക്ക് എത്ര ദിവസം ഒഴിവുണ്ടാവും അറിയാമോ? പറഞ്ഞാ നിങ്ങളുടെ ഇൻഫർമേഷൻ എന്തെങ്കിലും പറഞ്ഞോ? എത്ര ദിവസമാണ് ലീവ് ഉള്ളതെന്ന്? ഇല്ല ഇല്ല മാം. 2 ദിവസം ഉണ്ടാവുള്ളൂ മിക്കവാറും. നമ്മള് ദുർഗാഷ്ടമിയുടെ അന്നാണ് പൂജ വെക്കുന്നത് അല്ലെ? അതായത് വിജയദശമിക്ക് എടുക്കും പിറ്റേ ദിവസം തുടങ്ങി ക്ലാസ് ഉണ്ടാവും. അപ്പൊ 2 ദിവസം. തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാവും. തിങ്കളാഴ്ച വൈകിട്ടാണ് നമ്മൾ പൂജ വെക്കുന്നത്. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തത് അല്ലെ? ടെക്സ്റ്റ് കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ശരി. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് each operating room varies depending on the type of surgery being done. Each operating room varies depending on the type of surgery being done. പേജ് നമ്പർ ഒന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുവോ? എനിക്ക് PDF-ല് നമ്പർ കാണാൻ പറ്റില്ല. നിങ്ങൾ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി പറഞ്ഞേ. ടെക്സ്റ്റ് ഉള്ളവരൊന്ന് പറഞ്ഞു കൊടുത്തേ. അതായത് നമ്മുടെ സർജറിയുടെ ഡിപ്പെൻഡൻസി അനുസരിച്ച്, അത് ഓരോ ശാസ്ത്രക്രിയ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? The operating table in the center of the room should be able to rise, lower and tilt in any direction. The operating table in the center of the room should be able to rise, lower and tilt in any direction. എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്? അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങൾ തിയേറ്ററിനകത്ത് കയറിയവരാണെങ്കിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, യെസ്. അതായത് വലിയൊരു സ്പേസിൽ ഏകദേശം ഒരു കോർണർ സൈഡിലായിട്ട് ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കുള്ള ഒരു ടേബിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ഡയറക്ഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഉയർത്താനും താഴ്ത്താനും ഏത് ഡയറക്ഷൻസിലേക്കും ഇത് തിരിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണ് ഈ ടേബിൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഏത് രീതിയിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? പൊസിഷനിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഏത് തരം സർജറി ആണെങ്കിലും അത് ഏത് രീതിയിൽ നമുക്ക് എന്താണ് ഈ ടേബിള് റേസ് ചെയ്യാനും ലോവർ പോർഷനിലാണെങ്കിൽ ഡയറക്ഷൻസിലായിട്ടൊക്കെ തിരിക്കാനായിട്ട് കൃത്യമായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് ദ റൂം ആയിരിക്കും അല്ലെ? അതായത് ഓപ്പറേറ്റിംഗ് റൂമിന്റെ സെന്റർ സൈഡിലായിരിക്കും ഈ ടേബിൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. Clear ആണോ ഫസ്റ്റ് പോയിന്റ്? Okay. Second one, the operating room lamps allow for brilliant illumination without shadows in case of surgery. The operating room lamps allow for brilliant illumination without shadows in the case of surgery. എന്താ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ ലൈറ്റിനിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? ലൂമിനസ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? വളരെ തിളക്കമാണ്, ബ്രൈറ്റൻ ആയിട്ടുള്ള ലൈറ്റ്സുകൾ ആയിരിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രൈറ്റൻ ആയിട്ടുള്ള ലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നത്?
അതായത് ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സർജറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് സർജറി ചെയ്യുന്ന സമയത്ത് അവരുടെ നിഴല് പേഷ്യൻസിന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വരാതിരിക്കാൻ വേണ്ടി, അതായത് നിഴല് വരും അല്ലെ, നമ്മുടെ ലൈറ്റ്സ് നോർമൽ ലൈറ്റ്സ് ആണെങ്കിൽ എന്താണ് നിഴല് കാണാൻ പറ്റും, ഷാഡോസ് ഉണ്ടാവും. അപ്പൊ ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ ലൈറ്റിംഗ് സംവിധാനങ്ങള് ഓപ്പറേഷൻ റൂമിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്ത് കാണാൻ സാധിക്കില്ല, ഷാഡോസ് അവിടെ ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഷാഡോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്തരം ബ്രൈറ്റനിങ് ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ ലൈറ്റ്സുകൾക്ക് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ പിള്ളേരെ? ഒന്ന് പറയണോട്ടോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. The patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. ഇനി പേഷ്യൻസിന് നമുക്കറിയാം അല്ലെ, എല്ലാ മോണിറ്റേഴ്സ് ആയിട്ട് പേഷ്യന്റ് മോണിറ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, പേഷ്യൻസ് എന്താണ് ഒരുപാട് വയറിംഗ് സിസ്റ്റം ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററിലേക്ക് ഇവർ ലിങ്ക് ചെയ്യുന്നത്, എന്ത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, പേഷ്യന്റിന്റെ BP അല്ലെ, ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ ലെവല്, ടെമ്പറേച്ചർ തുടങ്ങിയ ബയോമെട്രിക്കൽ ആയിട്ടുള്ള എല്ലാ വാല്യൂസും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിനെ ഓരോ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് അറിയാനായിട്ട് സാധിക്കും, ആ മോണിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് എങ്ങാനും BP കൂടുകയാണെങ്കിൽ അല്ലെ, ഹാർട്ട് ബീറ്റ്സ് എങ്ങാനും കൂടുകയാണ്, BP കൂടുകയാണ്, അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് പേഷ്യൻസ് കാണിക്കുകയും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ എന്താണ്, അബ്നോർമാലിറ്റീസ് കാണിച്ചാൽ നമുക്ക് എന്താണ് ഈ മോണിറ്ററിലൂടെ അതെല്ലാം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. ഇനി നമുക്കറിയാം എന്താണ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ എന്താണ്, ബ്രീത്തിങ് മെഷീൻ ആണ് അല്ലെ. അതായത് ഈ വെന്റിലേറ്റർ എവിടെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടായിരിക്കും വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, സാധാരണ നമുക്ക് മേജർ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്താണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ, ആ സമയത്തും എന്താണ് വെന്റിലേറ്റർ തൊട്ടടുത്ത് തന്നെ, അതായത് സർജറിക്ക് തൊട്ട് മുൻപായിട്ട് തന്നെ എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈ ജനറൽ അനസ്തേഷ്യയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊസീജിയർ? ജനറൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ സർജറികൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, മേജർ ആയിട്ടുള്ള സർജറികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതൊക്കെയാണ് മേജർ സർജറി, ഓപ്പൺ സർജറീസ്? അതായത് ഇവിടെ പറയുന്നത് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന സമയത്താണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ventilator will breathe for you in the course of the procedure, moving oxygen and air in out of your lungs. അപ്പൊ വെന്റിലേറ്റർ അവിടെ എന്ത് പ്രവർത്തനമാണ് ആ പേഷ്യന്റിന് കൊടുക്കുന്നത്, ഓക്സിജനും വായുവും ശ്വാസകോശത്തിനകത്തേക്ക് കടത്തിവിടുന്ന പ്രവർത്തനമാണ് വെന്റിലേറ്റർ അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ, യെസ്.
അപ്പൊ നമ്മുടെ ഓപ്പൺ സർജറീസ് എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാണ് കാർഡിയാക് സർജറി, ബ്രെയിൻ സർജറി മുതലായ സർജറിക്കൊക്കെയാണ് നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് വെന്റിലേറ്ററിന്റെ സഹായം അവിടെ ആവശ്യമാണ് അല്ലെ, ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓക്സിജനും അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ എന്താണ് ശ്വാസകോശത്തിനകത്തേക്കും പുറത്തേക്കും ശ്വസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് മെഷീൻ അഥവാ വെന്റിലേറ്ററിന്റെ സഹായം അവിടെ ആവശ്യമാണ്. ഓക്കെ, അതായത് ഹൃദയത്തിലേക്ക് ആവശ്യത്തിലധികം ഓക്സിജനും വായു പ്രവാഹം ഉണ്ടാകുന്നതിന് വേണ്ടി വെന്റിലേറ്ററിന്റെ സഹായം അവിടെ ആവശ്യമാണ്. ഓക്കെ, യെസ്, അത് ഓപ്പൺ ആയിട്ടുള്ള സർജറി, ജനറൽ മേജർ ആയിട്ടുള്ള നടത്തുന്ന സർജറീസിലാണ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അതായത് നമുക്കറിയാലോ ഈ ഒരു സമയത്ത് പേഷ്യൻസിന് സ്വന്തമായിട്ട് ശ്വസിക്കാനായിട്ടുള്ള സാഹചര്യമില്ല അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ വെന്റിലേറ്ററിന്റെ സഹായം പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്തായിട്ട്, അതായത് പേഷ്യൻസിന്റെ ടേബിളിന് തൊട്ടടുത്തായിട്ട് തന്നെ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, വെന്റിലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കുമോ? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസ് കോൺഷ്യസ് ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ? ആണോ അല്ലയോ? അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഒരു മേജർ സർജറി ഒക്കെ നടത്തുന്ന സമയത്ത് അവർ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ എപ്പിഡ്യൂറൽ അനസ്തേഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ഏത് സമയത്താണ് അത് കൊടുക്കുന്നത്? എപ്പിഡ്യൂറൽ ചെയ്തവർ അറിയാൻ പറ്റും. എപ്പോഴാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ? നമ്മുടെ ഡെലിവറി ടൈമിലാണ് അല്ലെ. സി സെക്ഷന്റെ സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ എന്താണ് ആ സമയത്ത് വേദന അറിയില്ല അല്ലെ. പേഷ്യന്റ് ആ സമയത്ത് കോൺഷ്യസ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളുടെ നടു വളച്ചിട്ട് അല്ലെ, ബാക്ക് ബോണിൽ വളച്ചതിന് ശേഷം നടുവിൽ നടുക്കായിട്ടല്ലേ നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്. സി സെക്ഷൻ കഴിഞ്ഞവരുണ്ടാവും ഇതില്, ഉണ്ടോ? സിസേറിയൻ കഴിഞ്ഞ പേഷ്യന്റ് ലേഡീസ് ഉണ്ടോ? എല്ലാം നോർമൽ ഡെലിവറി ആയിരുന്നോ നിങ്ങൾ എല്ലാവരും? ഉണ്ട്. ഓക്കെ, അപ്പൊ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ. എവിടെയായിരുന്നു തന്നത്? പേഷ്യന്റിനെ ഇങ്ങനെ ഇരുത്തിയതിനു ശേഷം കംപ്ലീറ്റ് ഇങ്ങനെ നന്നായിട്ട് വളയ്ക്കുക അല്ലെ. നന്നായിട്ട് നമ്മളിങ്ങനെ കുനിച്ചിട്ടതിന് ശേഷം കറക്റ്റ് ആയിട്ട് നട്ടെല്ലിലാണ് എന്ത് കൊടുക്കുന്നത്? അനസ്തേഷ്യ കൊടുക്കുന്നത്. പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ അല്ലെ, സ്വബോധത്തോടുകൂടിയാണ് ആ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിന്റെ പേരാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. മറ്റത് എന്താണ്? മേജർ സർജറിക്കൊക്കെ കൊടുക്കുന്ന അനസ്തേഷ്യയാണ് എന്ത്? ജനറൽ അനസ്തേഷ്യ. ഓക്കെ, അപ്പൊ ആ സമയത്ത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ.
Okay. കേൾക്കാമോ ടീച്ചർ പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് ടേബിളിന് തൊട്ടടുത്ത് തന്നെ എന്താണ് ഒരു വെന്റിലേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അതായത് പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ എന്താണ് നടപടിക്രമം നമ്മൾ വെന്റിലേറ്ററിലാണ് നടത്തുന്നതെങ്കിൽ ആ നടപടിക്രമത്തിനിടയിൽ നിങ്ങൾക്ക് നമ്മളുടെ പേഷ്യൻസിന്റെ ഓക്സിജനും വായും നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു പ്രോസസ്സ്, അതായത് അകത്തേക്കും പുറത്തേക്കും ശ്വസനം പ്രക്രിയ കൃത്യമായി നടക്കുന്നതിന് വെന്റിലേറ്ററിന്റെ സഹായം ആ ഒരു സമയത്ത് ആവശ്യമായി വന്നേക്കാം. ഓക്കെ, അടുത്ത തന്നെ പറയുന്നത് എന്താണ്? ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിംഗ് സർജറി. ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിംഗ് സർജറി. എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓപ്പറേറ്റിംഗ് ടൈം, അതായത് പ്രത്യേകിച്ച് നമ്മൾ സർജറി ടൈമിൽ ഉപയോഗിക്കുന്നത്? എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്? എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? അണുവിമുക്തമായിട്ടുള്ള അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ സർജറി ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതായത് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേം ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിംഗ് സർജറി. അടുത്തത് എന്താണ്? എ ഡയാതർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. എന്താണ് ഡയാതർമി മെഷീൻ എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ പ്രോസസ്സ്? ടു കൺട്രോൾ ബ്ലീഡിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഡയാതർമി മെഷീൻ ഉപയോഗിക്കുന്നത്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, രക്തപ്രവാഹം കൺട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെഷീൻ ഉപയോഗിക്കുന്നത്? ഡയാതർമി മെഷീൻ. ഈ പേര് കേൾക്കുമ്പോൾ വളരെ വലുതാണെന്ന് തോന്നും, പക്ഷെ ഇതൊരു ചെറിയൊരു ഡിവൈസ് ആണ്. അതായത് നമ്മളുടെ ഒരു പേനയുടെ ആകൃതിയാണ്. ഒരു പേനയുടെ ആകൃതിയിലാണ്. പ്രത്യേകിച്ച് ചെറിയ മുറികൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയാതർമി മെഷീൻസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ പിക്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. ആ പേരൊന്ന് നോട്ട് ചെയ്ത് പോണേ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡയാതർമി മെഷീൻ. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു സെക്കൻഡ് കാണിച്ചു തരാം കേട്ടോ. നോക്കി കാണാമോ? കാണുന്നുണ്ടോ? ഇല്ല, നോക്കി. ആർക്കും കാണുന്നില്ല? ഈ തമ്പ് വരുന്നത് കണ്ടവരാണോ ഈ തമ്പിടുന്നത്? യെസ്, കാണാലോ. കണ്ടോ? ഒരു പേനയുടെ ഒരു ആകൃതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ തെർമോമീറ്ററിന്റെ പോലത്തെ ഒരു ആകൃതിയിലാണത്. കണ്ടോ? അപ്പോ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു ഡിവൈസ് ആണത്. വേറൊരു ഇമേജ് എന്ന് പറയുമ്പോ കണ്ടോ? യെസ്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. Okay, a diathermy machine to control bleeding usually is present. Okay, then if the surgery requires, a heart-lung machine or other specialized tool may be brought into the room. ഇനി സർജറിയുടെ
ആവശ്യകത അനുസരിച്ചിട്ട് അതിന് തക്ക ഏത് തരം സർജറിയാണ് അവിടെ നടത്തപ്പെടുന്നത് അതിന് വേണ്ട തരത്തിലുള്ള എല്ലാ തരം ഉപകരണങ്ങളും പ്രത്യേകമായി തന്നെ എവിടെ ഉണ്ടായിരിക്കും? ഓപ്പറേഷൻ ടേബിളിൽ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് എന്താണ്? ഹാർട്ട് ലങ് മെഷീൻ. ഹാർട്ട് ലങ് മെഷീൻസ് എന്താണ്? ഹാർട്ട് ലങ് മെഷീൻസ് എപ്പോഴാണ് ഹാർട്ട് ലങ് മെഷീൻസിന്റെ ആവശ്യം വരുന്നത്? ഏത് തരം സർജറി നടത്തുമ്പോഴാണ്? ഏതുതരം സർജറി നടത്തുമ്പോഴാണ്? കാർഡിയാക് സർജറി അല്ലെ, പ്രത്യേകിച്ച് കാർഡിയാക് സർജറി ഒക്കെ നടത്തുന്ന സമയത്താണ് ഹാർട്ട് ലങ് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരായിരിക്കും? ഈ മെഷീൻസ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഹാർട്ട് ലങ് മെഷീൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാർഡിയാക് സർജറി പോലുള്ള സർജറികൾ നടത്തുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരായിരിക്കും? ആരാണ്? ഹാർട്ട് ലങ് മെഷീൻസ് ആണ് കേട്ടോ. ഹാർട്ട് ലങ് മെഷീൻസ് ആണ് ഈ സർജറിയുടെ സമയത്ത് പേഷ്യൻസിന്റെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓക്കെ, യെസ്. പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ. എന്താണ് അതർ സ്പെഷ്യലൈസ്ഡ് ടൂളുകൾ എന്ന് പറയുന്നത്? അതർ സ്പെഷ്യലൈസ്ഡ് ടൂളുകൾ ഇവ കൂടാതെ മറ്റുള്ള ടൂൾസുകൾ ഏതൊക്കെയാണ്? പറയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്യുപ്മെന്റ്സ്, സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകളിൽ പറഞ്ഞ കൂട്ടത്തില് കുറെ ടൂൾസും ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? പോർട്ടബിൾ എക്സ്റേ ഉണ്ടായിരിക്കും അല്ലെ. പോർട്ടബിൾ എക്സ്റേ, ECG, പിന്നെന്തൊക്കെയാണ്? പൾസ് ഓക്സിമീറ്റർ തുടങ്ങി മുതലായ എല്ലാ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളും അല്ലെ, CPAP തുടങ്ങി മുതലായ എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾസുകൾ എന്തിലുണ്ടായിരിക്കും? ഇത്തരം സമയത്ത് സർജറിയുടെ സമയത്ത്, പ്രത്യേകിച്ച് ഹാർട്ട് സർജറി അല്ലെങ്കിൽ കാർഡിയാക് സർജറി നടത്തുന്ന സമയത്ത് ഇത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂളുകളും ഹാർട്ട് ലങ് മെഷീൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഇനി yes, the operating room will likely be called to reduce bacterial growth. The operating room will likely be called to reduce bacterial growth. നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഓപ്പറേറ്റിംഗ് റൂമിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയുള്ള ടെമ്പറേച്ചർ ആണ് അവിടെ നിലനിർത്തുന്നത്? കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്? എന്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെ. ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. മറ്റു തരം സൂക്ഷ്മാണുക്കൾ ഒന്നും തന്നെ അതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനം ഒരുക്കി ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ കൂൾ ആയിട്ട് നിലനിർത്തുന്നത്. ഓക്കെ, ഒരു ജേർം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, അപ്പോ ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജേർം ഫ്രീ എൻവയോൺമെന്റ് ആണ്, അണുവിമുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ബാക്ടീരിയനെ റിഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഫിൽട്രേഷൻ സംവിധാനങ്ങൾ ഒരുക്കണം. അതിനാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, നമുക്കൊന്നുകൂടി നോക്കാം. ഇത് each operating room varies depending on the type of surgery. അതായത് ഓരോ സർജറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യകതകളും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ടേബിൾ എവിടെയായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? സെന്റർ ഓഫ് ദ റൂമിലാണ് അല്ലെ. ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം should be able to rise, lower, tilt and any direction. എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റബിൾ ആയിരിക്കുന്ന രീതിയിൽ ഒരു സെന്ററിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക ഏരിയയിൽ, അതായത് സെന്ററിലായിട്ടായിരിക്കും, ഒരു റൂമിന്റെ സെന്ററിലായിരിക്കുള്ളൂ എന്ത് വരുന്നത്? ഓപ്പറേറ്റിംഗ് ടേബിൾ വരുന്നത്. നമുക്ക് ഏത് രീതിയിലും പൊസിഷനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഉയർത്താനും താഴ്ത്താനും ഏത് ഡയറക്ഷൻസിലേക്ക് അത് പൊസിഷനിങ് ചെയ്യുന്നതിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ
ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ ലാംസുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻസ് ആണ് അല്ലെ, ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റനിങ് സംവിധാനമായിരിക്കും ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രൈറ്റനിങ് സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത്? എന്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? സർജറിയുടെ സമയത്ത് എന്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രൈറ്റൻ ആയിട്ടുള്ള ലൈറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഷാഡോ റെഡ്യൂസിന് അല്ലെ, നിഴലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സർജറി. പിന്നെ എല്ലാ പേഷ്യൻസും ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ ഓരോ മോണിറ്റേഴ്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്? എന്ത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? വൈറ്റൽ സൈൻസ്, നമ്മുടെ BP, ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ, ഇവയെല്ലാം നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബയോമെട്രിക്കൽ വാല്യൂ എന്നും പറയാറുണ്ട്. പേഷ്യൻസിന്റെ ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് പറയുന്നതും എന്തൊക്കെയാണ്? BP, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, സാച്ചുറേഷൻ തുടങ്ങി മുതലായ പൾസ് റേറ്റ്, ഇതെല്ലാമാണ് എന്ത് പറയുന്നത്? വൈറ്റൽ സൈൻസ് അല്ലെങ്കിൽ ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതെല്ലാം പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന്, പേഷ്യൻസിന്റെ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ടേബിളിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് എന്തുണ്ടായിരിക്കണം? പ്രത്യേകിച്ച് ഒരു മേജർ സർജറി, ജനറൽ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് വെന്റിലേറ്ററിന്റെ സംവിധാനം അല്ലെ, വെന്റിലേറ്റർ പേഷ്യന്റിന്റെ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ അതായത് എന്താണ് ലങ്സിലേക്കും ഓക്സിജൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? ബ്രീത്തിങ് മെഷീൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ അടുത്ത് തന്നെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്? ജാം ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കണം അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ സർജറി ടൈമിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയാതെർമി മെഷീൻസ് ഉപയോഗിക്കുന്നു. ദെൻ if the surgery requires, ഇനി നമ്മുടെ കാർഡിയാക് സർജറി പോലുള്ള സർജറികളൊക്കെ നടത്തുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളും ഹാർട്ട് ലങ് മെഷീൻസും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ഹാർട്ട് ലങ്സ് മെഷീൻസ് ആണ് പേഷ്യൻസിന്റെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എപ്പോഴും എങ്ങനെയായിരിക്കും? likely be cold to reduce bacterial growth. Yes, clear ആണോ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സും? ഓക്കെ, ഓക്കെ ആണല്ലോ എല്ലാവരും? ക്ലിയർ അല്ലേ? ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ സോണുകളാണ്. സോൺ എന്ന് ഉദ്ദേശിക്കുന്ന ഏരിയാസുകൾ തന്നെയാണ്, അല്ലെങ്കിൽ റൂംസുകളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോൺ ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് നോക്കാം. The OT suite is a potential source of hospital infection in general and food infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ പല പല സോണുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? നോർമലി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ സെപ്പറേറ്റഡ് റൂമുകൾ അല്ലെങ്കിൽ സോണുകളായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? പറയൂ, എന്തിനു വേണ്ടിയായിരിക്കും? ബെറ്റർ കൺട്രോൾ ആണ്. ഓക്കെ, പിന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്നൊരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ റൂംസ്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സോണുകൾ എന്ന് പറയുന്ന 4 സോണുകൾ ഉണ്ട്. 4 സോണിൽ നിന്ന്, അതായത് ഒരു സോണിൽ നിന്ന് മറ്റൊരു സോൺ കണക്റ്റഡ് ആണ് എങ്കിലും എന്താണ്, അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് മറ്റൊരു സോണിലേക്ക് പകരാതിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് reduce the risk of hospital infection being brought into the suite. അപ്പൊ OT suite എന്ന് പറയുന്നത് എന്താണ്?
ഏരിയാസ് ആണ്, അല്ലെങ്കിൽ പല പല റൂമുകളെയാണ്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, OT സ്യൂട്ട്. സ്യൂട്ട് എന്നോട് ഉദ്ദേശിക്കുന്ന റൂംസ് ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, OT സ്യൂട്ട്സ് എന്ന് പറയുന്നത്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് നമ്മൾ ഓപ്പറേഷൻ സോൺ എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സോണുകൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് പോക്കോളൂ കേട്ടോ. ഓക്കെ, OT സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി റൂമുകളെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ OT സ്യൂട്ടുകൾ നമ്മളിങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ ഏരിയകളെ അല്ലെങ്കിൽ റൂമുകളെ പല പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ സോണിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ പ്രത്യേകമായിട്ടുള്ള ഈ 4 സോണുകളിലും നമ്മൾ അല്ലെങ്കിൽ OT സ്യൂട്ടില് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക തത്വങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പൊ OT സ്യൂട്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഫസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, യെസ്. ഇവിടെ കൊടുത്തിട്ടുള്ള വേറൊരു പോയിന്റും കൂടി ഉണ്ട്, ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ ഈ OT സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരും. പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, റിക്കവറി റൂം ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തത് കേട്ടോ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ റൂമാണ്. അതിന് തൊട്ട് മുൻപായിട്ട് എന്തുണ്ടാവും, ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ടാവും അല്ലെ, പേഷ്യൻസിനെ തിയേറ്ററിനകത്തേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് മറ്റൊരു റൂം ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഒരു റിക്കവറി റൂം ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, OT സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണോ, മനസ്സിലായോ? OT സ്യൂട്ട് എന്താണെന്ന്, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടെന്ന് പറയുമ്പോൾ ആദ്യം ഓപ്പറേഷന് മുൻപ് നമ്മൾ ഒരു റൂമിൽ കയറ്റുന്നു, ദെൻ ഓപ്പറേഷൻ നടക്കുന്ന റൂം അല്ലെ, ദെൻ അതിനുശേഷം എന്താണ്, അതിന്റെ റിക്കവറി റൂം. അങ്ങനെയാണ് നമ്മൾ അതിന് ഇന്റർ കണക്റ്റഡ് സ്യൂട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇപ്പൊ ജനറൽ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. Cleans from dirty traffic. Flow within the OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanness from entrance of OT suite to operating room. എന്താണ് ക്ലീൻ ഫ്രം ട്രാഫിക് എന്ന് പറയുന്നത്, ഡർട്ടി ട്രാഫിക്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്ന് പറഞ്ഞ എന്താണ് പറയുന്നത്, ഇവിടെ ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതായത് നിരവധി ആളുകൾ അല്ലെ, അത് നമ്മുടെ പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർ, അല്ലെങ്കിൽ ഈ സ്യൂട്ടിന് മുൻപിൽ കൂടി എന്താണ് ഒത്തിരി ആൾക്കാർ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് കൃത്യമായിട്ടൊരു സീക്വൻസ് അല്ലെങ്കിൽ എന്താ പറയാ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ മുൻപിൽ എല്ലാം ഒരു ഏകദേശം ഒരു ഫ്രീക്വന്റ് ടൈമിന്റെ ഇടവേളകളിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ക്ലീനിങ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ കൃത്യമായ ഇടവേളകളിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ റൂംസിന്റെ സൈഡ്സ് അല്ലെങ്കിൽ ആ കോർണറിലൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അതായത് ആൾക്കാർ നടന്നു പോകുന്ന ആ പാത കംപ്ലീറ്റ് ആയിട്ട് ഇടവേളകളിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്തിനാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? ഇത്രേ ഉള്ളൂ. നമ്മൾ നോക്കി OTയുടെ എൻട്രൻസ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസിന്റെ ഭാഗത്ത് അതിന്റെ ചുറ്റപ്പുറം ഒക്കെ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പെഡസ്ട്രിയൻസ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാരൻ അല്ലെങ്കിൽ മറ്റുള്ളവര് കടന്നു പോകുന്ന പ്ലേസസ് ആണ് അതെല്ലാം അല്ലെ. അവിടെ നിന്ന് അതിന്റെ അകത്തേക്ക് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ അകത്തേക്ക് ഒരിക്കലും എന്താണ്
ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രസീവ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് ഫ്രീക്വൻസി ആയിട്ടുള്ള ഇടവേളകളിൽ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് OT സ്യൂട്ട്സിന്റെ അകത്തേക്ക് ഒരിക്കലും ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അവിടെ ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ഇവിടെ ഡേർട്ടി ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ആളുകളുടെ ഫ്ലോസ് ആണ് കേട്ടോ, ആളുകളുടെ ഓവർഫ്ലോസ് ആണ്. ഒരുപാട് നിരന്തരം ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് അതിന് മുന്നിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു സമയത്ത് ആൾക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്താണ് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കാണാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്യുന്നത് എന്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ആ എൻട്രൻസ് ക്ലീൻ ചെയ്യുന്നത് ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ അതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ ഇടവേളകളിൽ അവരോടെ ക്ലീനിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? Then staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected areas. എന്താ പറയുന്നത്, സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ OT ഡിപ്പാർട്ട്മെന്റ്, OT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എങ്ങനെയായിരിക്കണം മൂവ് ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രം, അല്ലെ, ക്ലീൻ ചെയ്ത ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക പാസേജസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ കൂടി മാത്രമേ അവർ പോകാനായിട്ട് പാടുള്ളൂ. എന്തുകൊണ്ടാണ് അവർ അതിൽ കൂടി മൂവ് ചെയ്യാൻ മാത്രം പറയുന്നത്, എന്തുകൊണ്ടാണ്, അവരിനി മറ്റൊരു വഴിയിൽ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു കോറിഡോറിലൂടെ കൂടി പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് അവരെയും പിടിപെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെ. അപ്പൊ മറ്റൊരു ഏരിയയിൽ നിന്ന് ഇവരെന്താണ് നേരെ കയറി ചെല്ലുന്നത് OT-യിലേക്കാണെങ്കിൽ എന്താണ്, അവിടെ ഇത്തരത്തിലുള്ള അണുക്കൾ പകരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് OT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത എല്ലാ സ്റ്റാഫുകളും മൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ പാസ് ചെയ്ത് പോകേണ്ടത് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്. Then soiled materials and waste have to be eliminated from the operating room without passing through clean areas. Soiled materials എന്ന് പറഞ്ഞാൽ എന്താണ്, സോയിൽഡ് മെറ്റീരിയൽസ് എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് സോയിൽഡ്, മലിനമായിട്ടുള്ള വസ്തുക്കൾ, അല്ലെ, മലിനമായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകള് കളയാനായിട്ട് എന്താണ് പ്രത്യേകമായിട്ടുള്ള പാസേജ് ഉണ്ടാവും. അപ്പൊ അതിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും നമ്മള് ക്ലീൻ ഏരിയാസിൽ കൂടി എന്ത് കൊണ്ടുപോകാൻ പാടില്ല, സോയിൽഡ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, സോയിൽഡ് മെറ്റീരിയൽസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് റൂമിന്റെ ക്ലീൻ ഏരിയാസിൽ കൂടി ഒരിക്കലും അത് പാസ് ചെയ്ത് കൊണ്ടുപോകരുത്. ഓക്കെ, ക്ലിയർ ആണോ? Then OT ventilation should be free from the air movement of the rest of the hospital. Hence, the direction of airflow within the OTC should be from cleaner to less clean areas. In OT ventilation system എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്, എയർ ഫ്രീ മൂവ്മെന്റ് ആയിരിക്കണം, അല്ലെ. എയർ ഫ്രീ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ ഒരു സ്പെഷ്യൽ എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള വെന്റിലേഷൻ സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ എയർബോൺ കണ്ടാമിനൻസ് അല്ലെങ്കിൽ എന്താണ് വായുവിലൂടെ പകരുന്ന അണുക്കളുണ്ട്, അല്ലെ, വായുവിലൂടെ പകരുന്ന എയർ പതോജൻസ് ഉണ്ട്, അല്ലെ. അപ്പൊ അതൊരിക്കലും അതിന്റെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിൽട്രേഷൻ സംവിധാനം, പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനം OT-യിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടുത്തെ എയർ ഫ്ലോ, അതായത് എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം വെന്റിലേഷനിൽ സെറ്റ് ചെയ്യേണ്ടത്, നമ്മള് എങ്ങനെയായിരിക്കണം, ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് OT വെന്റിലേഷന്റെ എയർ സംവിധാനം പോകുന്ന ആ ഒരു റൂട്ട് അതെങ്ങനെയാണ് നമ്മൾ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ ഉണ്ടാവേണ്ടത്.
ഓക്കെ, അണ്ടർലൈൻ ചെയ്തേ. The direction of airflow within the OT suite should be from cleaner to less clean areas. മനസ്സിലായോ? മനസ്സിലായില്ല. OT വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആഷിൽ? OT വെന്റിലേഷൻ നമ്മൾ എന്തിനാണ് വീടുകളിൽ വെന്റിലേഷൻ സംവിധാനം കൊടുക്കുന്നത്? വെന്റിലേഷൻ സംവിധാനം നമ്മുടെ വീടുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൃത്യമായ എയർ സർക്കുലേഷൻസ് നടക്കുന്നില്ല അല്ലെ, കൃത്യമായ എയർ ഫ്ലോ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഒരു OT സ്യൂട്ടിൽ എടുക്കുകയാണെങ്കിൽ അല്ലെ, OT സ്യൂട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ് എന്ന് പറഞ്ഞ എന്താണ്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ പോകേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം OT വെന്റിലേഷൻ സംവിധാനം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇത്ര ഡിഫിക്കൽട്ട് ആണോ പോയിന്റ്? എളുപ്പമല്ലേ അത്? മനസ്സിലായോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്. ടീച്ചർ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ആ, ഓക്കെ. ആഷിൽ ക്ലിയർ ആണോ? ആഷിൽ ശരി. ആക്ച്വലി കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ പിള്ളേരെ, ഇത്രേ ഉള്ളൂ. എന്താ പറയുന്നത്, എയർ ഫ്ലോ എങ്ങനെയാണ് OTയിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയായിരിക്കണം ക്ലീൻ ചെയ്ത ഭാഗത്തോട്ട് പിന്നെയും ക്ലീൻ അല്ലാത്ത രീതിയിലുള്ള അണുക്കളായിട്ടുള്ള എയർ ഫ്ലോ അതിനകത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കുള്ള എയർ ഫ്ലോ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതങ്ങനെ എല്ലാം ചെയ്യുന്നത്. ഓക്കെ ആഷിൽ, ഓക്കെ ഓക്കെ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, എത്ര വേണമെങ്കിലും നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഒരു പ്രശ്നമില്ല. Then fifth point എന്ന് പറയുന്നത് എന്താണ്? Therefore the whole OT suite is designed on the concept of source zone. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് ഒരിക്കലും ഇൻഫെക്ഷൻ പകരാനായിട്ട് പാടുള്ളതല്ല അല്ലെ. ഒരു തരത്തിലുള്ള അണുക്കളും അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്? OT സ്യൂട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ OT സ്യൂട്ട്സിനെയാണ് നമ്മൾ സോണുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് 4 സോണുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ OT സ്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 4 സോൺസിന്റെ കോൺസെപ്റ്റിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആണ് ഡിസ്പോസൽ സോൺ. ഈ ഓരോ സോണിലും എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അതിനു മുമ്പായി ഒന്നുകൂടി പറയാം. ജനറൽ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്തൊക്കെയാണ്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് അല്ലെ. പ്രത്യേകിച്ച് OT എൻട്രൻസ്, OT സ്യൂട്ട് എങ്ങനെയായിരിക്കണം? നമ്മൾ കൃത്യമായിട്ട് ഇടവേളകളിൽ, അതായത് പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അതർ സ്റ്റാഫുകൾ, നോൺ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എല്ലാം തന്നെ എന്താണ് ഇതിനകത്തേക്ക് കൂടി പ്രവേശിക്കുന്നുണ്ട് അല്ലെ, അതിന് പുറത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്താണ് ആ ഒരു പ്രദേശം, പ്രത്യേകിച്ച് OTയുടെ എൻട്രൻസിന്റെ ഏരിയ മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? OT എൻട്രൻസ് ഇടവേളകളിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, OTയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം പാസ് ചെയ്തു പോകേണ്ടത്. ഒരിക്കലും അൺപ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയാസിൽ കൂടി സ്റ്റാഫുകൾ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒരിക്കലും നമ്മൾ എന്താണ് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി കൊണ്ടുപോകാൻ പാടില്ല അല്ലെ. അതിന് പ്രത്യേകമായ ഒരു വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും, അതിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി OT വെന്റിലേഷൻ സംവിധാനം എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്? എയർ മൂവ്മെന്റ് വളരെ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കുള്ളൂ എയർ ഫ്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ സൂട്ടുകളെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ് 4 സോണുകള്? പ്രൊട്ടക്റ്റീവ്, ക്ലീൻ, സ്റ്റീറൈൽ, ഡിസ്പോസൽ സോൺ. ഓക്കെ, ഇനി പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് കുറച്ച് നോക്കാം കേട്ടോ, സമയം എത്രയായി. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. പ്രൊട്ടക്റ്റീവ് സോണിൽ ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ ഏരിയാസ് ആണ്? റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. വെയിറ്റിംഗ് ഏരിയ ആർക്ക് വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്, ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കാം? പ്രൊട്ടക്റ്റീവ് സോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസ് ആണ്, അങ്ങനെയായിരിക്കും ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. അടുത്തത് എന്താണ്? ചേഞ്ചിങ് റൂം ഉണ്ടോ? ചേഞ്ചിങ് റൂം എവിടെയാണ് വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് അല്ലെ. ഡ്രസ് ചേഞ്ചിങ് റൂംസ് ഒക്കെ വരുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ പ്രീ അനസ്തീഷ്യ റൂം. പ്രീ അനസ്തീഷ്യ റൂം. പ്രീ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്? അനസ്തീഷ്യ കൊടുക്കുന്നതിന് ശേഷമാണോ മുൻപാണോ? എപ്പോഴാണ്? ഏത് റൂമാണ് അത്? പ്രീ അനസ്തീഷ്യ റൂം എന്ന് പറയുന്നത് മുൻപ് അല്ലെ. പേഷ്യൻസിന് അനസ്തീഷ്യ കൊടുക്കുന്ന തൊട്ട് മുൻപായിട്ട് പേഷ്യൻസിനെ റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് എന്ത്? ആ ഏരിയ ആണ് പ്രീ അനസ്തീഷ്യ റൂം. അപ്പൊ പ്രീ അനസ്തീഷ്യ റൂം ഉൾപ്പെടുന്നത് ഏത് സോണിലാണ്? ഏത് സോണിലാണ്? ഏത് സോണിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് കേട്ടോ. പ്രീ അനസ്തീഷ്യ റൂം വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, ചാർട്ട്സ്, ഇതെല്ലാം ഉൾപ്പെടുന്നത് ഏതിലാണ്? അതും പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ദെൻ ഓട്ടോക്ലേവ് TSSU. ഓട്ടോക്ലേവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓട്ടോക്ലേവ് എന്ത് മെഷീൻ ആണത്? ഓട്ടോക്ലേവ് ഉണ്ട്, നമ്മുടെ ജംപ് ഫ്രീ ആക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. അതായത് അണുവിമുക്തം, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അണുവിമുക്തമാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ TSSU എന്തായിരിക്കും? TSSU നോട്ട് ചെയ്തേ. TSSU തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ് എഴുതാട്ടോ. TSSU സ്റ്റാൻഡ് ഫോർ തിയേറ്റർ, സ്റ്റീറൈൽ, STRILE, സ്റ്റീറൈൽ സപ്ലൈ, SUPPLY, സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ്. എന്താണ് അപ്പൊ TSSU? എന്താണ് തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് പ്രത്യേക ഏരിയ ആണ് അല്ലെ. ഈ ഏരിയ ആണ്. ആ ഏരിയയില് ജേം ഫ്രീ ആക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിനെ ജേം ഫ്രീ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിനെ ക്ലീൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്റ്റെറൈൽ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ്. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവ് ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓട്ടോക്ലേവ് ഏത് സോണിലാണ് ഉള്ളത്? ഏത് സോണിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ദെൻ ട്രോളി ബേ. എന്താണ് ട്രോളി ബേ? നമ്മൾ മെഡിക്കൽ ട്രോളീസ് കണ്ടിട്ടില്ലേ? നമ്മുടെ ബെഡ് കവേഴ്സ് അല്ലെങ്കിൽ ബെഡ് ഷീറ്റ്സ്, മെഡിസിൻസ്, ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ തള്ളിക്കൊണ്ടു പോകുന്ന ട്രോളി ബേകള്. സ്റ്റാഫുകൾ ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്നുണ്ടിട്ടില്ലേ ബേകള്? മെഡിക്കൽ ട്രോളികള്. യെസ്. അപ്പൊ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് കേട്ടോ. അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ഓഫ് ഇലക്ട്രിസിറ്റി ഏരിയ. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏരിയ? ഏതിൽ ഉൾപ്പെടുന്നു? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി അത് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നത്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ദെൻ ചേഞ്ചിങ് റൂം ഉണ്ടായിരിക്കും.
പ്രീ അനസ്തേഷ്യ റൂം ഉണ്ടായിരിക്കും. പ്രീ അനസ്തേഷ്യ എന്ന് പറയുന്നത് അനസ്തേഷ്യ കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അല്ലെ. ദെൻ സ്റ്റോർ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ എല്ലാത്തരം റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സിലും ചാർട്സിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് ഏതിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ ഓട്ടോക്ലേവ് TSSU അല്ലെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിനെ ജേം ഫ്രീ ആക്കുന്നതിനുള്ള ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന ഡിവൈസ് അല്ലെങ്കിൽ ഓട്ടോക്ലേവ് എന്ന മെഷീൻ. ദെൻ ട്രോളി ബേ എന്തിനാണ്? മെഡിക്കൽ ട്രോളീസ് അല്ലെ, മെഡിക്കൽ ട്രോളീസിൽ പേഷ്യൻസിന്റെ ആവശ്യമായിട്ടുള്ള ലോങ്നെസ് അല്ലെങ്കിൽ എന്താണ് മെഡിക്കേഷൻസ്, ചെറിയ ചെറിയ ഡിവൈസസ്, ടൂൾസ് ഇതെല്ലാം വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളി ബേ ഉപയോഗിക്കുന്നത്. ദെൻ ഒരു ഇലക്ട്രിസിറ്റി കൺട്രോൾ ഏരിയയും ഏത് സോണിൽ ഉൾപ്പെടുന്നു? പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോൺ ക്ലിയർ ആണോ പിള്ളേരെ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ, ശരി. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഏകദേശം സമയമില്ല, അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ഏത് മെഷീനാണ് നമ്മൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ലയന കെവി, ലയന കേൾക്കുന്നുണ്ടോ? ആൻമരിയ മൈക്ക് ഓണാടോ? പറഞ്ഞു നോക്കി. ആൻമരിയ, ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നത്? ഡയതെർമി മെഷീൻ. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓപ്പറേഷൻ ടേബിള് ആ റൂമിന്റെ ഏത് സൈഡിലായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ഏത് ഏരിയയിലായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി നമ്മള് തിയേറ്റേഴ്സിനകത്ത് ബ്രില്യന്റ് ആയിട്ടുള്ള ഇലൂമിനേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലൈറ്റിംഗ് സംവിധാനം കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? ഷാഡോ വരാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് അല്ലെ? ശരി, വെരി ഗുഡ്. ഓക്കെ. Dash instruments to be used during surgery. എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? Okay, very good. Then what are the sounds? ഏതൊക്കെ സൗണ്ട്സ് ആണുള്ളത്? 4 സൗണ്ട്സ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സൗണ്ട്സ് ആണുള്ളത്? ട്രോളി ബേ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ട്രോളി ബേ TSSU stand for Theatre Sterile Supply Unit. Okay, thanks for എടുത്ത് അത്രയൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you. Thank you.